ഹായ്, നേരത്തെ നമ്മുടെ റോസ്മേരീനെ കാണിച്ചായിരുന്നു. ഈ റോസ്മേരി ഞാൻ വെക്കുന്നൊരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ വെച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ റോസ്മേരി അത്യാവശ്യം ശിഖരങ്ങളൊക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇതിൽ നിന്നൊരു ശിഖരം കട്ട് ചെയ്ത് ഒരു 2 ആഴ്ച, ഒരു 15 ദിവസം മുന്നേ ഇങ്ങനെ ഒരു ചട്ടിയിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിത് വേര് വന്നോ എന്നറിയാൻ വേണ്ടി പയ്യെ ഞാൻ പൊക്കി നോക്കിയപ്പോൾ ശരിക്കും വേര് വന്നു. ഇപ്പോൾ റോസ്മേരി എന്ന് പറഞ്ഞാൽ നല്ല ട്രെൻഡ്, റോസ്മേരി വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആയി വരുന്നൊരു സമയമായതുകൊണ്ട് നമുക്ക് റോസ്മേരി നമ്മുടെ നാട്ടിൽ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം. ഞാൻ പല വീഡിയോസിലും കണ്ടപ്പോഴത്തേക്കും റോസ്മേരി നമ്മുടെ ഇവിടെ വളർത്തുമ്പോഴത്തേക്കും നല്ല ശ്രദ്ധയോടുകൂടി വളർത്തണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടു. അപ്പോൾ അത് കാരണം ഞാൻ ഈ റോസ്മേരി കൊണ്ടുവന്ന് ടെറസിൻ്റെ മേളിലാണ് വെച്ചത്. നല്ല വെയിലത്തിരുന്നാണ് ഇത്രയും ദിവസം വളർന്നത്. ഒരു 4 ദിവസമേ ആയുള്ളൂ ഞാൻ അടുത്ത താഴെ വെച്ചിട്ട്. അപ്പോൾ ആ ടെറസിൽ നിന്ന് ഇച്ചിരി താഴത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഉഷാറായി അവൻ വരുന്നുണ്ട്. ഇതേ താഴത്തു നിന്നൊക്കെ നല്ല ശിഖരങ്ങൾ വരുന്നുണ്ട്. അപ്പം എനിക്ക് ഈ റോസ്മേരി എന്ന് തന്നെ ഞാൻ അടുത്ത റോസ്മേരി ഒരു ഇത് പറിച്ച് ഞാൻ വിത്തെ വെച്ച് കഴിഞ്ഞതേ അതിന് വേര് വന്നു. കണ്ടോ, നല്ല ഭംഗിയായി വേര് വന്നു. അപ്പോൾ ആർക്കും റോസ്മേരി വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം.